ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചോ? ഞാനൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളാവാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എല്ലാവരെയും വിളിച്ചറിയിക്കാൻ സന്തോഷമുള്ള കാര്യമൊന്നും അല്ലല്ലോ വിനയ ഇത്. എന്നാലും അങ്ങനെയാണോ? ഞാനേ ഇവരെയല്ല എൻ്റെ സ്വന്തമായിട്ടാണ് കരുതുന്നത്. എന്നിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഞാൻ അന്യ. അതല്ലേ ഞാനിപ്പോൾ പഞ്ചരത്നത്തിൽ പോയപ്പോൾ പോലും രഘുവേട്ടനെ കാണാതായ വിവരം എന്നോട് പറയാതിരുന്നത്. അങ്ങനെ മറച്ചു വെച്ചതൊന്നും ആവില്ല വിനയ. വിഷമം കൊണ്ട് പറയാൻ മറന്നുപോയതാവും. ആ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ രഘുവേട്ടനെ അന്വേഷിച്ചിറങ്ങും. എവിടെ നിന്നായാലും രഘുവേട്ടനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വരും. ആ പിന്നെ ബാനോമേ, ഷോപ്പ് ഉദ്ഘാടനത്തിന്റെ കാര്യം മറക്കണ്ട. കൃത്യസമയത്തിന് അങ്ങ് എത്തിക്കണം കേട്ടല്ലോ. ആദ്യം രഘുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയട്ടെ വിനയ. അതറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. ബാനോമ പേടിക്കണ്ട. ഈ വിനയം കാര്യങ്ങൾ ഏറ്റെടുത്തില്ലേ, ഇനി എത്രയും പെട്ടെന്ന് രഘുവേട്ടൻ അവിടെ എത്തിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കും. ഓക്കെ ശരി, എന്നാ ഞാൻ ഇറങ്ങാം. എല്ലാ കാര്യത്തിനും ഈ വിനയം തന്നെ വേണമെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ആ എന്തായി? രഘുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അങ്കിളിനെങ്കിലും രഘുവേട്ടനെ കാണാതായ വിവരം എന്നെ ഒന്ന് അറിയിക്കായിരുന്നില്ലേ? ബാനുമ പറഞ്ഞിട്ടാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആ അതിനുള്ള സാവകാശം കിട്ടിയില്ല അവനെ. ആ അതൊക്കെ പോട്ടെ. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ രഘുവേട്ടൻ അന്വേഷിച്ച് ഇറങ്ങാം. അതിന്റെ ഒന്നും ആവശ്യമില്ല അവനെയാ. രഘുവിനെ കൊണ്ട് അണ്ണനും മറ്റും പഞ്ചരത്നത്തിലേക്ക് പോയി. ഈശ്വര, നീ കാത്തു. രഘുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഒരു കുഴപ്പമില്ല. അപ്പോഴത്തെ ടെൻഷനിൽ മാറി നിന്നേ ഉള്ളൂ. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. അത് നന്നായി. ഏതായാലും രഘുവേട്ടനെ കിട്ടിയല്ലോ. ഞാൻ പഞ്ചരത്നത്തിൽ നിന്ന് തിരിച്ചു പോരാതെ കുറച്ചു നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ രഘുവേട്ടനെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാൻ. സാരമില്ല, ഇനി സമയമുണ്ടല്ലോ. അതെ, തൽക്കാലം അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കുന്നതാണ് നല്ലത്, അല്ലേ? രഘു അമ്പടിയും അവരുടെ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കട്ടെ. അതെ അതെ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അവർക്കിടയിലുള്ളൂ. ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇനിയിപ്പൊ ഞാനായിട്ട് പോയിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. എപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് ഒരു വീട്ടിലാണ് കഴിയേണ്ടത്. അതല്ലേ ചീരുവിനെയും മോനെ തിരിച്ചുകൊണ്ട് പോകാൻ ഞാൻ ധൃതി കാണിക്കുന്നത്. അങ്കിളെ, ഈ രഘുവേട്ടന്റെ കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം എന്റെ കാര്യത്തിൽ കൂടി ഒന്ന് കാണിക്കുമോ? ചീരുവിനെ എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്കൊന്ന് തിരിച്ചയക്കണം പ്ലീസ്. എടാ വിനയ, അതൊക്കെ തീരുമാനിക്കാനായിട്ട് അണ്ണനുണ്ടല്ലോ. ആ അത് മതി. ആര് തീരുമാനിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ അങ്കിളെ, പിന്നെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ കാര്യം മറക്കണ്ട. കൃത്യസമയത്ത് അങ്കിൾ അവിടെ ഉണ്ടാവണം. എല്ലാം മുന്നിൽ നിന്ന് നടത്തി തരുവാൻ വേണം. അത് ഞാൻ ഏറ്റു, ഞാൻ വരും. അത് മതി. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എനിക്ക് വേണം. എന്നാ പിന്നെ ശരി, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ടേ. എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റാക്കണം. എന്നാ ശരി വിനയ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക് യു. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ശരി, ഓക്കെ. നമുക്ക് രഘുട്ട വീടെത്തി, ഇറങ്ങി വാ. രഘുട്ട ഒന്ന് ഇറങ്ങി. രഘുട്ട വീടെത്തി. രഘുട്ട വീടെത്തിന്ന്. രഘുട്ട അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന
എനിക്കിവിടെ വരണമെന്ന് പറഞ്ഞില്ലേ അമ്മ? അമ്മ എനിക്കിവിടെ വരണ്ട, എനിക്ക് തിരിച്ചു പോണം. രഘുവേട്ട വെറുതെ ബഹളം വെക്കാതെ ഒന്ന് ഇറങ്ങി വാ, അകത്തേക്ക് പോ. ഞാൻ ഇറങ്ങൂലെന്ന് പറഞ്ഞില്ലേ?